നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ പുതിയ വിശേഷങ്ങൾ കാണാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ ദിവസങ്ങളായിട്ട് വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല, അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് നമ്മുടെ ക്രിസ്മസിന് മുന്നേ ഉള്ള ദിവസങ്ങളിലായിരുന്നു. ആ ഒരു ടൈമായിരുന്നു അവർ പണിക്കാരൊക്കെ ഉണ്ടായത്. അതിന് ശേഷം പണിക്കാരൊന്നും ഇല്ല, എല്ലാം സ്റ്റോപ്പായിട്ടാണ് ഉള്ളത്. വയറിങ്ങിൻ്റെ ആൾ മാത്രമുണ്ട്. അയാൾ ഒരാൾ മാത്രമായതുകൊണ്ട് തന്നെ അയാളിങ്ങനെ ഡെയിലി അവരെ പണി മാത്രം നടക്കുന്നുണ്ട്. വേറെ പണികളൊന്നും ഇപ്പം കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ടൈൽസൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ടൈലിടേണ്ടത് ഒന്ന് സിറ്റ് ഔട്ടിൽ, പിന്നെ കിച്ചണിൽ, പിന്നെ ഉമ്മാൻ്റെ ബാത്റൂമിലാണ് ടൈലിടേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണ്ട ഡോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഡോറിന് നമ്മൾ പറഞ്ഞ് കൊടുത്ത ഒരു മോഡലല്ലാത്തത് കൊണ്ട് അവരിലെന്തോ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ജനൽ നമ്മുടെ ഫ്രണ്ടിലത്തതാണ്. ഇത് മുകളിലുള്ളത് പഴയതും താഴെയുള്ളത് അവരിപ്പോൾ പണിയിച്ചതുമാണ്. അപ്പം വയറിങ്ങിൻ്റെ പണികളാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 ഷോപ്പുകളിൽ ടൈല് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ടൈല് നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഫസ്റ്റ് പോയ സ്ഥലത്ത് കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത് പോയ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു ഡോറും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത് പോയ സ്ഥലത്ത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റും ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ വിചാരിച്ചതിലും എത്രയോ കൂടുതൽ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ പോയ സമയത്ത് നമുക്ക് എല്ലാ ടൈലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പിൻ്റെതായാലും സിറ്റ് ഔട്ടിലേതായാലും കിച്ചണിൻ്റെതായാലും. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് നോക്കിയിട്ടുണ്ടായത് മൊറോക്കൻ ടൈലാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഈ വർക്ക് ഏരിയയിലേക്കല്ലേ. അപ്പം അത്ര നല്ല അടിപൊളി സാധനം വേണ്ടാന്ന് പിന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയ സമയത്ത് വേറൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ടൈൽസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് പണിക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോയി നമ്മൾ ഇഷ്ടപ്പെട്ട ടൈലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനും ഉമ്മയും അമ്മയും പോയിട്ട് നമ്മൾ കുറച്ച് ടൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോയ സമയത്ത് കൗണ്ടർ ടോപ്പിന് കൊടുക്കുന്ന ടൈല് ആർക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. അതൊരു കളറില്ല, ഒരു ബ്ലാക്ക് അല്ല, ഒരു ഹാഷ് കളർ പോലെ ഫീൽ ആയുണ്ട്. ആ ഒരു സാധനം ഒഴിവാക്കിയിട്ട് വേറൊരു കളർ എടുക്കാമെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയ സമയത്ത് ഇവിടെ ഉമ്മാക്കൊക്കെ ഒരു നല്ലൊരു കളർ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൗണ്ടർ ടോപ്പിന് ആ ഒരു കളർ എടുത്ത്, അതുപോലെ തന്നെ കിച്ചണിലെ ഫ്ലോറിലേക്ക് എടുത്തിട്ടുള്ള ടൈല് അതിങ്ങനെ വേഗം കച്ചറ പിടിക്കുന്ന കണ്ടപ്പോൾ ആ ഒരു ടൈലും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം വേറെ ടൈൽസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇന്ന് ടൈലൊക്കെ നോക്കി ടൈലൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിലായതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ്, കാരണം നോമ്പൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനുള്ളിലായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും താഴെയൊന്ന് സെറ്റാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി പൊടിയൊക്കെ ഒന്ന് ഒഴിവായെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആവും. അപ്പം പണിക്കാരൊക്കെ ഇങ്ങനെ ഡിലേ ആവുന്നത് അവർക്ക് വേറെയും സ്ഥലങ്ങളിൽ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ അവർ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയറിങ്ങിൻ്റെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി തേപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണികളുള്ളൂ. തേപ്പുകാരാണ് ഡിലേ ആയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ.